ഹായ്, ഞാൻ രജിത. ഞാനൊരു ഹൗസ് വൈഫാണ്. ഞാനൊരു ടീച്ചറായിരുന്നു. ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ ന്യൂട്രിഫൈ മീൽ ഓൾമോസ്റ്റ് 2 years ആയി വന്നിട്ട്. എനിക്ക് ഡാൻസിൻ്റെ ഒരു ബേസും ഇല്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡാൻസിന് വരുന്നത് ഇവിടെ. ആദ്യം എനിക്ക് ഒരു സ്റ്റിഫ്നെസ് ആയിരുന്നു ബോഡിക്കൊക്കെ. പക്ഷേ ഇപ്പോൾ നല്ല ഫ്ലെക്സിബിളായിട്ട് കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഒത്തിരി എനിക്ക് സ്റ്റേജസ് പെർഫോം ചെയ്യാൻ പറ്റി. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഡാൻസസ് പഠിക്കാൻ പറ്റി. ഇവിടെ വന്നിട്ട് ദാണ്ടിയ കളിക്കാൻ പറ്റി. പിന്നെ ദിയ ഡാൻസ് കളിച്ചു, ഒരു ഫ്യൂഷൻ ഡാൻസ് കളിച്ചു, പിന്നെ സെമി ക്ലാസിക്കൽ ഡാൻസും കളിക്കാൻ പറ്റി. ഇത് ഒരു വലിയ ഒരു ചാൻസായിട്ട് ഞാൻ കരുതുന്നു. എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് ന്യൂട്രിഫൈ മീൽ വന്നതുകൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ ഒരു സ്റ്റേജ് അപ്പിയറൻസ് പറ്റിയത് തന്നെ, ഡിഫറെൻറ്റ് ഫോംസ് പഠിക്കാൻ പറ്റിയത് തന്നെ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒരു ഇമ്പോർട്ടൻസ്, ഈച്ച് ആൻഡ് എവറി വൺ ഈസ് ഗെറ്റിംഗ് ഇമ്പോർട്ടൻസ്. ഓരോരുത്തർക്കും അവരവരുടേതായ ഡിഫിക്കൽട്ടീസ് മനസ്സിലാക്കി അതനുസരിച്ച് കളിക്കാനൊരു അവസരം കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും പറ്റില്ല എന്ന് വിചാരിക്കുന്ന പലതും നമ്മൾ ചെയ്യാനായിട്ട് നമുക്കൊരു ചാൻസ് കിട്ടും. അത് കഴിയുന്നുണ്ട്. അത് ആർക്കായാലും എൻ്റെ ഏജിലുള്ളവർക്ക് ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് വേണ്ട. ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ പറ്റും. ഇവിടെ എനിക്ക് ഒരു കംഫർട്ട് സോണാണ്. വരുമ്പോൾ നല്ല ഒരു നമ്മുടെ അതേ ഗ്രൂപ്പിലുള്ള കുറേ പേരുമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമുക്ക് ഒരു സ്പെഷ്യൽ ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഒത്തിരി ഏജ് ഗ്രൂപ്പിൽ ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ പെട്ട ഒത്തിരി ലേഡീസുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കിട്ടി. നല്ല ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെ കിട്ടി. ഡാൻസ് പഠിച്ചതിന് ശേഷം എനിക്ക് കുറച്ച് എക്സ്പോസ്ഡായി. കുറച്ചുകൂടെ നല്ലതായിട്ട് സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാനും ഒത്തിരി പേരുമായിട്ട് മിങ്കിൾ ചെയ്യാനും ഒക്കെ പറ്റി. നല്ല ഒരു എക്സ്പീരിയൻസാണ്. ഞാനൊരു ബിഗിനറാണ് ഡാൻസിൽ. സ്റ്റെപ്സൊക്കെ സിമ്പിളായിട്ട് തന്നെ തരുന്നുണ്ട്. നമുക്ക് പഠിക്കാൻ ഈസിയാണ്. ഓരോന്നും നമ്മുടെ കംഫർട്ട് അനുസരിച്ച് തന്നെ പഠിക്കാൻ പറ്റുന്നുണ്ട്. സ്ലോലി ആദ്യം പഠിച്ചതിന് ശേഷം പിന്നെ ഫാസ്റ്റിലേക്ക് പോകാറുള്ളൂ. അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടേ ഇല്ല. നമ്മുടെ ലൈഫ് ഒന്നേ ഉള്ളൂ. നമുക്ക് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുക, നമ്മൾ ഹാപ്പി ആയിരിക്കുക. നമ്മൾ ഈ ഇവിടുത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സ് തന്നെ നല്ല കാം ആൻഡ് കൂളാവും. രജിത എന്ന ഞാൻ ഇങ്ങനെ പെർഫോം ചെയ്യാനും ഇങ്ങനെ ഒരു സ്റ്റേജ് അപ്പിയറൻസ് കിട്ടാനും സഹായിച്ചത് ഈ ന്യൂട്രിഫൈ മീൽ വന്നതും റോഷിനിയുടെ ഹെൽപ്പ് കൊണ്ടും മാത്രമാണ്. അതിന് സോ മച്ച് താങ്ക്ഫുൾ ടു ന്യൂട്രിഫൈ മീ ആൻഡ് റോഷിനി.